രാജീവ് ചന്ദ്രശേഖറുമായി സംവാദത്തിന് തീയതി കുറിച്ച് വി ശിവൻകുട്ടി പൂജപ്പുരയിൽ 29-ന് സംവാദത്തിന് തയ്യാറാണ്. ഈ സമയത്ത് അസൗകര്യമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് സമയം തീരുമാനിക്കാമെന്നും ശിവൻകുട്ടി പറഞ്ഞു. സംവാദത്തിന് തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ പറഞ്ഞിരുന്നു. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഒരു സംവാദം അതിനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? പോസിറ്റീവായി തന്നെയുള്ള റെസ്പോൺസ് ഉണ്ടാകുമോ രണ്ടിടത്ത്? വിവാദങ്ങൾക്കല്ല, വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് താല്പര്യമെന്നാണ് BJPയും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആരോപണം നേമത്ത് ഒരു വികസനവും നടന്നിട്ടില്ല, ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി അവിടെ MLA ആയിരുന്നിട്ടും വികസനം നടന്നിട്ടില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് തുടക്ക സമയത്ത് തന്നെ അത്രയും ആരോപണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും സംവാദത്തിന് രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വെല്ലുവിളി ഏറ്റെടുത്തത്. ശിവൻകുട്ടിയുമായി സംവാദത്തിന് തയ്യാറാണ്, ഒരു കണ്ടീഷൻ മാത്രം, കളവ് പറയരുത്, വസ്തുതകൾ മാത്രം പറയണമെങ്കിൽ സംവാദത്തിന് തയ്യാറെന്ന് രാജീവ് ചന്ദ്രശേഖർ രാവിലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് വി ശിവൻകുട്ടി ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. സംവാദത്തെ സമയം വേണമെങ്കിൽ ഞാൻ പറയാം, 29-ാം തീയതി ഉച്ചവരെ ഏത് സമയത്തും രാജീവ് ചന്ദ്രശേഖരനുമായി സംവാദത്തിന് തയ്യാറാണ്. അതിനുള്ള സ്ഥലവും അദ്ദേഹം തന്നെ നിശ്ചയിച്ചു. പൂജപ്പുര സംവാദത്തിന് തയ്യാറാണ്. രാജീവ് ചന്ദ്രശേഖരന് ഈ സമയവും സ്ഥലവും അസൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന സ്ഥലത്ത് സമയത്ത് ചെല്ലാമെന്നും ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കി. ഇനി രാജീവ് ചന്ദ്രശേഖർ ഈ സമയക്രമം അംഗീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും നേമത്തെ വികസന സംവാദത്തിന് ഇപ്പോൾ വഴി തുറക്കുകയാണ്. രണ്ട് ഭാഗത്തുള്ള നേതാക്കളും വെല്ലുവിളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി സമയവും തീയതിയുമാണ് തീരുമാനിക്കപ്പെടേണ്ടത്. റൈറ്റ്, നേമത്തൊരു വികസന സംവാദത്തിനുള്ള സാധ്യത തെളിയുകയാണ്. അവിടെ വി ശിവൻകുട്ടിയാണ് ഇപ്പോൾ സംവാദത്തിനുള്ള തീയതി നിശ്ചയിച്ച് രാജീവ് ചന്ദ്രശേഖരനോട് ഒരു മറുപടിക്ക് കാത്തിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.